ദേവ് ദീപ്തിയെ വിളിച്ചു. റിങ് പോകുന്നതല്ലാതെ കാളെടുക്കുന്നതേയില്ല അവൾ. അവൻ വെരുകിനെ പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. താൻ ഏർപ്പാടാക്കിയ ആളുകൾ അവളെ അന്വേഷിച്ച് ഫ്ലാറ്റിൽ എത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. രാവിലെ ഉണർന്നത് മുതൽ വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടക്കുകയായിരുന്നു രേണു. അടുത്തെങ്ങും ആദ്യം കണ്ടില്ല. അവൾ എഴുന്നേറ്റ് കുളി കഴിഞ്ഞു വന്നു. അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല. ശൈലജയുടെ മുറിയിൽ സംസാരം കേൾക്കുന്നത് കേട്ട് അവൾ അങ്ങോട്ട് ചെന്നു. കട്ടിലിൽ ഇരിക്കുന്ന അവരുടെ മടിയിലേക്ക് തല വെച്ച് കിടക്കുന്നു ആദി. അവർ അവൻ്റെ മുടിയിഴകളിൽ കൂടി വിരലോടിച്ച് സംസാരിക്കുകയാണ്. താനിങ്ങനെ നോക്കി നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലായതും അവൾ ചെറുതായി മുരടനക്കി. ശൈലജ അവളെ കണ്ടതും അകത്തേക്ക് വിളിച്ചു. അവൾ ചെന്നതും ആദ്യം എഴുന്നേറ്റിരുന്നു. എന്തിനാ മോളെ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് വന്നേ? കിടക്കാമായിരുന്നില്ലേ കുറച്ചുകൂടി? നീയാണോ ആദി അവളെ ഉണർത്തിയത്? എവിടുന്ന്? ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. അവൻ കുസൃതിയോടെ അവൾ നോക്കി. അവൾ കൂർപ്പിച്ചൊന്ന് നോക്കി. 2 ദിവസത്തേക്ക് ഓഫീസൊന്നും പറഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങേണ്ട. കാര്യം എന്തൊക്കെയാണേലും നിങ്ങൾ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതും രേണുവിന് ഇവിടുത്തെ സാഹചര്യമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണം. തൽക്കാലം ദേവ് ഒരാഴ്ച കമ്പനി നോക്കട്ടെ. എന്താ നിൻ്റെ അഭിപ്രായം ആദി? അവനെ കൊണ്ട് പറ്റുമോ? ഇല്ല ചെറിയമ്മേ, അവൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ദീപ്തിയും വരാത്ത സ്ഥിതിക്ക് അവനെ മാത്രം ഏൽപ്പിക്കുന്നത് ശരിയാകില്ല. ആണോ? എങ്കിൽ ഞാൻ ശ്രീയേട്ടനെ വരാൻ പറയാം ആദി. അതാവുമ്പോൾ നിനക്ക് കുറച്ച് ആശ്വാസമാകും. വേണോ ചെറിയമ്മേ? ശ്രീമാമ ഇനി ഇതിനൊന്നും വയ്യ എന്ന് പറഞ്ഞ് നാട്ടിൽ കൃഷിയും കാര്യങ്ങളൊക്കെയായി കൂടിയിരിക്കുന്നതല്ലേ. ബുദ്ധിമുട്ടാകില്ലേ? എന്ത് ബുദ്ധിമുട്ടാതി? കേട്ടോ രേണു, എൻ്റെ വകയിൽ ഒരാങ്ങളായിരുന്നു ശ്രീധരേട്ടൻ. ബാലേട്ടൻ ഉള്ളപ്പോൾ പുള്ളിയുടെ വലം കൈയായിരുന്നു. ബാലേട്ടൻ പോയതോടെ ശ്രീയേട്ടൻ ആകെ തകർന്നു. പിന്നെ ആദ്യ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഏട്ടൻ നാട്ടിലേക്ക് പോയി. പക്ഷേ ഈ പ്രശ്നമൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ്. ദേവ് ഒരു കാര്യവിവരം ഇല്ലാത്തവനാണ്. ഉഴപ്പി നടക്കും. ഞാൻ ശ്രീയേട്ടനെ വിളിക്കാം. നിനക്കതൊരു താങ്ങായി മാറും ആദി. ഒരാഴ്ച രേണുവിൻ്റെ കൂടെ നിൽക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നോക്കാമല്ലോ. ദീപ്തി കൂടി അന്വേഷിക്ക്. ആ കുട്ടി എവിടെ പോയതാണോ എന്തോ. ശൈലജ ഫോണുമായി ഇറങ്ങിപ്പോയി. ആദ്യം എഴുന്നേറ്റ് രേണുവിനെ മറികടന്ന് മുന്നോട്ട് പോയി. പോകുന്ന വഴി സാരിയുടെ ഇടയിൽ കൂടി കണ്ട അവളുടെ വയറിനെ അവനൊന്ന് പിച്ചി വിട്ടു. നിന്നിടത്ത് നിന്നും തുള്ളിപ്പോയി അവൾ. കള്ളച്ചിരിയോടെ നടന്നു പോകുന്നവൻ്റെ പിന്നാലെ അവളും റൂമിലെത്തി. എന്താ സാറിൻ്റെ ഉദ്ദേശം? സാറോ? ഏതു സാറ്? ആദ്യമായിട്ട് എന്ന് വിളിക്കടി. അവൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. രേണു ഞെട്ടി പകച്ചു നോക്കി. എന്താ നിനക്ക് പറയാനുള്ളത്? എൻ്റെ ദേഹത്ത് ആവശ്യമില്ലാതെ തുടരുത്. തൽക്കാലം എല്ലാവരുടെയും കണ്ണ് പൊടിയിടാനുള്ള കല്യാണ നാടകമല്ലേ ഇത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിരിയും. അതുകൊണ്ട് അനാവശ്യമായി എന്നെ തൊടണ്ട. അവൻ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആവശ്യത്തിന് തൊടാമല്ലേ? ചേർന്നു വരുന്നവനെ കണ്ടതും അവൾ പിന്നിലേക്ക് നടന്നു. ചുവരിൽ തട്ടി നിന്ന അവളുടെ അടുത്ത് കൈകുത്തി നിന്നവൻ ഒരു കൈകൊണ്ട് അവളുടെ സാരിക്കടിയിൽ കിടക്കുന്ന താലിമാല വലിച്ച് പുറത്തേക്കിട്ടു. ദൈവം സാക്ഷിയാക്കി ഇത് നിന്റെ കഴുത്തിൽ കെട്ടിയപ്പോൾ ഞാനൊരു കാര്യം വിചാരിച്ചിരുന്നു. ഇനി നീ എൻ്റേതാണെന്ന്. എന്ത് പ്രശ്നം വന്നാലും നിന്നെ ഉപേക്ഷിക്കില്ല എന്ന്. മരണത്തിന് മാത്രമേ നമ്മൾ പിരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകളുണ്ടെങ്കിൽ ഈ കുട്ടി തലയിൽ നിന്നും മാറ്റിക്കോളും കേട്ടോ. അവൻ അകന്നു മാറിപ്പോയി. അപ്പോഴേക്കും അവൻ പറഞ്ഞ കാര്യങ്ങളിൽ തറച്ചു നിൽക്കുകയായിരുന്നു അവളുടെ മനസ്സ്. ക്ഷീണിച്ച് അവശയായിരുന്നു ദീപ്തി. ആരും അറിയാതെ രാജ്യം വിടാനുള്ള പ്ലാനിലായിരുന്നു അവൾ. പക്ഷേ കൃത്യമായി ദേവിൻ്റെ ആൾക്കാരുടെ കയ്യിൽ പെട്ടു. ആ നേരം മുതൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അവളെ. വായിൽ ടേപ്പ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ചുറ്റും ഇരുട്ട് കനത്തിരുന്നു. തൻ്റെ നേർക്ക് ഉറച്ച കാൽവെപ്പുകളോടെ വരുന്ന ദേവിനെ പേടിയോടെ നോക്കി അവൾ. നിന്നെ കാണാനില്ലെന്ന് കേട്ട് ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയിരുന്നു. പക്ഷെ നീ എൻ്റെ വലയിൽ തന്നെ വന്നു വീണു. എന്തായിരുന്നു നിൻ്റെ ഉദ്ദേശം? ഞാൻ വിളിച്ചാൽ എടുക്കാതെ ഒഴിഞ്ഞു മാറി നടന്നിട്ട് അവൻ്റെ അടുക്കിലേക്ക് പോകാമെന്നായിരുന്നു. എനിക്ക് തോന്നി നിൻ്റെ ഉദ്ദേശം അതായിരിക്കുമെന്ന്. അവളുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നവൻ. അവൾ പേടിയോടെ ചുറ്റും നോക്കി. ഏതോ ആളൊഴിഞ്ഞ സ്ഥലമാണ്. എവിടെയെന്നൊരു പിടിയുമില്ല. ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവന്ന നേരമൊക്കെയും തൻ്റെ കണ്ണുകൾ മറച്ചിരുന്നതാണ്. ചുറ്റിനും നിൽക്കുന്നവർക്ക് കണ്ണുകൾ കൊണ്ട് സൂചന നൽകിയവൻ. അവർ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ദീപ്തിയുടെ കയ്യിലെ കെട്ട് അവൻ അഴിച്ചു മാറ്റി. ഒരൊറ്റ വലിയിൽ അവളുടെ ടോപ്പ് കീറി അവൻ്റെ കയ്യിലേക്ക് വന്നു. അവളുടെ വെണ്ണ തോൽക്കുന്ന ശരീരത്തിലേക്ക് അവൻ ആസക്തിയോടെ നോക്കി. എത്രയോ തവണ അനുഭവിച്ചതാണ് ഇവളെയെങ്കിലും ഒരു തരിയും ഉടയാത്ത അവളുടെ മാറിടം കാണുക അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കൈകൾ വേഗത്തിൽ ചലിച്ചു. അവൾ പൂർണ്ണ നഗ്നയാക്കപ്പെട്ടു.
അവനും പാൻ്റ് അഴിച്ചു മാറ്റി നഗ്നയായി. വായിലെ ടേപ്പ് അഴിക്കാൻ അവൾ ഒരു വിഫല ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. അവളുടെ കൈ രണ്ടും ചേർത്ത് പിടിച്ച് അവൻ അവളിലേക്ക് അമർന്നവൻ. വേഗത്തിൽ ഉയർന്നു താഴ്ന്നവനെ നോക്കി അവൾ അമറി. വായിലെ ടേപ്പ് അഴിച്ചു മാറ്റിയിരുന്നെങ്കിൽ അവനെതിരെയുള്ള തെളിവുകൾ നിരത്തി തനിക്ക് ജീവന് വേണ്ടി വില പേശാമായിരുന്നു എന്നവൾ ചിന്തിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അവളിൽ പലതവണ തൻ്റെ കാമം ഒഴുക്കി വിട്ടവൻ ഒടുവിൽ മടുത്തെന്ന വണ്ണം എഴുന്നേറ്റു. അവളുടെ ശരീരത്തെ ഒന്നാകെ നോക്കിയവൻ. കുറച്ചു കഴിയുമ്പോൾ ഒരു ഉപയോഗമില്ലാതെ മണ്ണടിയുന്നതാണല്ലോ എന്നാലോചിച്ച് അവന് നിരാശ തോന്നി. ഡ്രസ്സ് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നവൻ പുകയെടുത്തു. പുറത്തു നിൽക്കുന്ന 3 കിങ്കരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ അവളെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും കെട്ടിത്താഴ്ത്തിയാൽ മതി. എല്ലാം കഴിഞ്ഞ് എന്നെ വിളിക്ക്. വേട്ടപ്പട്ടികളെപ്പോലെ തിരക്കിട്ട് അകത്തേക്ക് പായുന്നവന്മാരെ നോക്കി നിന്നവൻ പുറത്തേക്ക് നടന്നു. പൂർണ്ണ നഗ്നയായി അവശയായി കിടന്ന ദീപ്തി തനിക്ക് നേരെ വെറിയോടെ വരുന്നവന്മാരെ നോക്കി നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു അമർന്ന ഒച്ച മാത്രമേ അവളിൽ നിന്നും വന്നുള്ളൂ. തൻ്റെ ശരീരത്തിൽ ചാടി വീഴുന്നവരെ എതിർക്കാൻ നോക്കി തളർന്നവൾ. കടിച്ചും നുണഞ്ഞും അവർ അവളിൽ തങ്ങളുടെ ആക്രാന്തം കാട്ടി. മാറി മാറി ഇരുട്ടുവോളം ഭൂകിച്ചു തളർന്നവർ. അപ്പോഴേക്കും അവളുടെ ശരീരത്തിൽ നേരിയ ജീവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെയും തോളിൽ ഇട്ടൊരുത്തൻ പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും വേറൊരുത്തൻ അവൾക്കായി കുഴി തോണ്ടിയിരുന്നു. ആ മണ്ണിൽ അവളെ മണ്ണിട്ട് മൂടി അവർ ദേവിനെ വിളിച്ച് തങ്ങളുടെ ദൗത്യം കഴിഞ്ഞു എന്നവർ അറിയിച്ചു. കാറിൽ പോകുകയായിരുന്ന അവൻ്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു. ഒരു കാര്യത്തിൽ മാത്രമേ അവന് നിരാശ തോന്നിയുള്ളൂ. ഇനി ആഗ്രഹം തീരുവോളം അവളുടെ ശരീരം തനിക്ക് കിട്ടില്ല. പക്ഷെ അതിനു പകരം മറ്റൊരു ശരീരം അവൻ്റെ മനസ്സിലേക്ക് എത്തിയിരുന്നു. നാടൻ പെണ്ണിൻ്റെ എല്ലാ സൗന്ദര്യമുള്ള രേണുവിൻ്റെ ശരീരം. ദീപ്തിയെ കുഴിച്ചിട്ട ഫാക്ടറിയിൽ നിന്നും ദേവിൻ്റെ ഗുണ്ടകൾ ഇറങ്ങി. അവരുടെ വണ്ടി പോകാൻ കാത്തു കിടന്നെന്ന വണ്ണം 2-3 കാറുകൾ പാഞ്ഞ് ആ കോമ്പൗണ്ടിൽ കയറി. അതിൽ നിന്നും കുറച്ചേറെ ആളുകൾ ഇറങ്ങി അവിടെ മുഴുവൻ പരിശോധിച്ചു. പച്ച മണ്ണിളകി കിടക്കുന്ന ഭാഗത്തേക്ക് നോട്ടം എത്തിയതും കുറച്ച് പേര് വന്ന് ആ ഭാഗത്ത് ശ്രദ്ധയോടെ മണ്ണ് നീക്കാൻ തുടങ്ങി. ഒടുവിൽ ദീപ്തിയുടെ ദേഹം കിട്ടിയതും വന്നതിൽ ഒരു വണ്ടിയിലേക്ക് അവളെ എടുത്തു കയറ്റി പാഞ്ഞു പോയി. ബാക്കിയുള്ളവർ അതിൻ്റെ പരിസരം സൂക്ഷ്മമായി പരിശോധന തുടങ്ങി. ഫോൺ വഴി കേൾക്കുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധയോടെ ചെവി കൊടുക്കുകയായിരുന്നു ആദി. നമ്മൾ കുറച്ച് താമസിച്ചു പോയി സർ. അവൾക്ക് അടിയന്തര ചികിത്സ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡോക്ടറൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ന്യൂസ് വെളിയിലേക്ക് പോകില്ല. രക്ഷപ്പെട്ടു വരുന്ന കാര്യം സംശയമാണ്. അയാൾ ഒരു കുറുക്കൻ ബുദ്ധിക്കാരനാണ്. ഫാക്ടറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ 2 വണ്ടി അയാൾ മാറിക്കയറി. പിന്നെ ദീപ്തിയുടെ പുറകെ ഞങ്ങളുടെ ആളുകൾ ഉണ്ടായിരുന്നു. ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിയ ശേഷം അവർ ഒരു ഫ്രണ്ടിനെ കണ്ടിരുന്നു. അതും ആർക്കും സംശയം തോന്നാത്ത വിധം എന്തോ ഡെലിവറി വാങ്ങുന്ന വിധത്തിലാണ് കണ്ടത്. സംശയം തോന്നി ഡെലിവറിക്ക് വന്ന ആളുടെ പുറകെ ഞാൻ 2 പേരെ വിട്ടിരുന്നു. അപ്പോഴാണ് അത് സാധാരണ ഒരു ബ്യൂട്ടി പാർലർ ഉടമയായ ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായത്. സ്റ്റീഫ, എനിക്ക് ആ പെൺകുട്ടിയെ വേണം. ദീപ്തി എന്തിനാണ് അവളെ അങ്ങനെ ഒരു വേഷത്തിൽ കാണാൻ വരുത്തിയതെന്ന് അറിയണം. എന്തെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ അതും വേണം. നന്നായി പേടിപ്പിച്ചോളൂ. പക്ഷേ ദേഹോപദ്രവം വേണ്ട. ശരി സർ. പിന്നെ ദേവിൻ്റെ കൂടെ അധികം ആൾക്കാരില്ല. വളരെ വിശ്വസ്തരായ 4-5 പേരെ മാത്രമേ അവൻ ആശ്രയിക്കുന്നുള്ളൂ. അത് നമുക്ക് ഒരു നേട്ടമാണ്. എന്നെ ഈ നമ്പറിൽ മാത്രമേ കോൺടാക്റ്റ് ചെയ്യാവൂ സ്റ്റീഫ. എന്നെ കിട്ടില്ല എന്ന് വന്നാൽ ആര്യൻ സാറിൻ്റെ കാര്യങ്ങൾ അറിയിക്കണം കേട്ടോ. എപ്പോഴും എനിക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ശരി സർ. അയാൾ ഫോൺ വെച്ച് പോയി. ആദി ആലോചനയിലിരുന്നു. ദീപ്തിയെപ്പറ്റി ദേവിന് സൂചന കൊടുത്തതു മുതൽ അവളുടെ പിന്നിൽ ആളുകളുണ്ടായിരുന്നു. അവൾക്ക് സംഭവിച്ചതോർത്ത് ഒരു കുറ്റബോധവും അവന് തോന്നിയില്ല. ജീവിച്ചു വന്നാലും അവൾക്കുള്ള എൻ്റെ പ്രതികാരം ഇനിയുമുണ്ട്. ശേഷിച്ച കാലം എണ്ണിക്കും ഞാൻ. ആര്യനെ വിളിച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞു അവൻ. ദേഹത്തൊട്ടാകെ വെള്ളത്തുള്ളികൾ വീഴുന്നത് കണ്ടതും ഞെട്ടി എഴുന്നേറ്റവൻ. രേണു കുളി കഴിഞ്ഞിറങ്ങി വന്ന് മുടി നനവ് മാറ്റുന്നതാണ്. നേരിയത് സാരിയാണ് വേഷം. വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരുക്കമാണ്. ചെറിയമ്മക്ക് നിർബന്ധമാണ് വിവാഹം അനുബന്ധിച്ച എല്ലാ ചടങ്ങുകളും ചെയ്യാൻ. ആദ്യം എഴുന്നേറ്റ് അവൾക്കരികിലെത്തി. മുടിയാകെ മുന്നോട്ടിട്ട് ടവൽ വെച്ച് തുടക്കുകയായിരുന്നു. ഇളം നീല ബ്ലൗസിന് പുറകിലായി വെള്ളത്തിൻ്റെ നനവ് കാണും. നഗ്നമായ ചുമലിൽ വെള്ളത്തുള്ളികൾ പറ്റിച്ചേർന്ന് ഇരിപ്പുണ്ട്. കൗതുകത്തോടെ അത് നോക്കി നിന്നവൻ. പിന്നെ തിരിഞ്ഞു നടന്ന് ഡോർ ചേർത്ത് അടച്ചു കുറ്റിയിട്ടു. ശബ്ദം കേട്ട് തിരിഞ്ഞു നിന്നവൾ. എന്താ, എന്തിനാ കഥ കടച്ചത്? ഒന്നുമില്ല, എനിക്കെൻ്റെ ഭാര്യയെ കുറച്ച് സ്നേഹിക്കാൻ. അവൾ പെട്ടെന്ന് അവനെ കടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞതു കയ്യിൽ വലിച്ച് അവൻ നെഞ്ചോട് ചേർത്തു. പയ്യെ അവളെ ചുവരോട് ചേർത്ത് തിരിച്ചു നിർത്തിയവൻ. അവളുടെ നഗ്നമായ ചുമലിലേക്ക് അവൻ മുഖം ചേർത്തു. അവിടെ പറ്റിയിരുന്ന വെള്ളത്തുള്ളികളിൽ അവൻ നാവ് ചേർത്തു. അവൾ ശ്വാസം പിടിച്ചു വെച്ചു. കൈകൾ താഴേക്കിഴഞ്ഞ് അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചു. വിരലുകൾ കൊണ്ട് നാഭിയിൽ അവൻ കളം വരച്ചു. അവൾ
ഒന്നേങ്ങിക്കൊണ്ട് അവനിലേക്ക് പറ്റിച്ചേർന്നു. പതിയെ അവളെ തിരിച്ചു നിർത്തിയവൻ. കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചിരിക്കുകയാണ്. അവൻ മെല്ലെ അവളുടെ കണ്ണിന് പുറത്ത് ചുണ്ടുകൾ ചേർത്തു. നേരിയ നനവുള്ള ചുണ്ടുകളെ വിരൽ കൊണ്ട് നേരടി വിട്ടവൻ. അവൾ നിന്ന നിൽപ്പിൽ ഒന്നുയർന്നു. രേണു, അവൻ വിറയലോടെ വിളിച്ചു. കണ്ണടച്ചു നിന്ന് സ്വപ്നം കാണാതെ പോയി റെഡിയാകടി. അവൾ ഞെട്ടി കണ്ണു തുറന്നതും കുസൃതി ചിരിയോടെ അവൾ പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് പുറത്തേക്കോടി. ദേവ് റൂമിൽ നിന്നും ഇറങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് ആദിയുടെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടി വന്ന രേണുവുമായി കൂട്ടിമുട്ടിയത്. വീഴാതെ ഇരിക്കാൻ അവൾ ദേവിൻ്റെ ചുമലിൽ പിടിച്ചു. നനവ് മാറാത്ത അവളുടെ മുടിയിഴകൾ അവൻ്റെ മുഖത്തേക്ക് തെറിച്ചു വീണു. അതിൽ നിന്നും വരുന്ന സുഗന്ധം ഏറ്റവൻ കണ്ണുകൾ അടച്ചു. സോറി സർ, ഞാൻ പെട്ടെന്ന് കണ്ടില്ല. രേണു പെട്ടെന്ന് തന്നെ ബാലൻസ് ചെയ്തു തിന്നു. ദേവ് കണ്ണുകൾ തുറന്നതും അവളെ ആകമാനം നോക്കി. ഈർപ്പം മാറാത്ത നനഞ്ഞ മുഖം, ഉടുത്തിരിക്കുന്ന നേരിയതിൽ അവളുടെ ഭംഗി അടകളവുകളും എടുത്തു കാണിക്കുന്നുണ്ട്. അവളിൽ നിന്നും ഉയരുന്ന ഏതോ ഒരു ഗന്ധം അവനാകെ വല്ലാത്തൊരവസ്ഥയിലായി. അവളെ ചേർത്ത് പിടിക്കാനും ആ ചെഞ്ചുണ്ടിൽ അമർത്തി ഉമ്മ വയ്ക്കാനും അവന് തോന്നി. ദേവ് സർ, എന്തു പറ്റി? ആലോചനയോടെ നിൽക്കുന്നവനെ അവൾ വിളിച്ചു. സാറോ? ഇനി സർ വിളിയൊന്നും വേണ്ട മോളെ, ദേവെന്ന് വിളിച്ചാൽ മതി. അവൻ നിൻ്റെ അനിയനാണ്. നിങ്ങൾ ഒരേ പ്രായമായിരിക്കും. അങ്ങോട്ടേക്ക് നടന്നു വന്ന ശൈലജ രേണുവിനോട് പറഞ്ഞു. ഞാനും അത് പറയാൻ വന്നതാ അമ്മ. എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്നെ സർ എന്ന് വിളിക്കുന്നത് എന്ത് ഏർപ്പാടാണ്. പിന്നെ എനിക്ക് രേണുവിനെ ഏട്ടത്തി എന്ന് വിളിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ എപ്പോഴത്തെയും പോലെ പേര് പറഞ്ഞു വിളിക്കും. ഇയാളും എന്നെ ദേവ് എന്ന് വിളിച്ചാൽ മതി, അവൻ ചിരിയോടെ പറഞ്ഞു. ശരിയെന്ന് തലകുലുക്കി അവൾ പിറകിലേക്ക് നടന്നുപോയി. ശൈലജ മുറിയിലേക്ക് പോയതും രേണു നടന്നു പോകുന്നത് ദേവ് കണ്ണെടുക്കാതെ നോക്കി. അവളുടെ നിതംബത്തെ നുള്ളിയെടുക്കാൻ അവൻ്റെ കൈ ധരിച്ചു. നഗ്നയായ അവളുടെ ശരീരം ഓർത്തവൻ. അവൻ്റെ ദേഹത്ത് വല്ലാത്തൊരു വിറയിൽ പടർന്നു. ആദ്യം കൊന്നു കഴിഞ്ഞാലും തനിക്ക് ഇവളെ വേണം, അതും ആദ്യയുടെ എച്ചിലാകുന്നതിന് മുമ്പ്. എന്ത് ചെയ്യാൻ പറ്റും? അവൻ ആലോചനയോടെ നിന്നു. റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന ആദി രേണുവിനെ നോക്കി വെള്ളമിറക്കി നിൽക്കുന്ന ദേവിനെ കണ്ടതും നെറ്റി ചുളിച്ചു. മനഃപൂർവ്വം വാതിലടച്ച് ശബ്ദമുണ്ടാക്കിയവൻ. ദേവ് ഞെട്ടി അവനെ നോക്കി. താൻ രേണുവിനെ നോക്കി നിന്നത് ആദി കണ്ടോ എന്നൊരു സംശയം അവനുണ്ടായിരുന്നു. എന്നാൽ ആദി സാധാരണയായി അവനെ വിളിച്ചു. അവന് പിന്നാലെ ശൈലജയുടെ മുറിയിലേക്ക് ദേവും കയറി. എന്താ ആദി പറയാനുണ്ടെന്ന് പറഞ്ഞത്? അവർ അവനെ നോക്കി. ദേവും ആദി എന്താണ് പറയാൻ പോകുന്നത് എന്ന മട്ടിൽ അവനെ നോക്കി. ദീപ്തിയുടെ കാര്യമാണ് ചെറിയമ്മ. അവളുടെ എന്ത് കാര്യമാ? 2 ദിവസമായി അവൾ വിളിച്ചിട്ടെടുക്കുന്നില്ല. സ്വിച്ച് ഓഫ് ആയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഓടി വരുന്ന പെണ്ണാണ്. ഇപ്പോൾ കാണാനില്ല ഇങ്ങോട്ട്, അവർ പരിഭവം പറഞ്ഞു. ആദ്യ സാവകാശം അവരോട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കേട്ടതും അവർ ഞെട്ടി. എന്തൊക്കെയാ ആദി ഈ പറയുന്നത്? ദീപ്തി നമ്മുടെ കുട്ടിയല്ലേ, അവൾ അങ്ങനെ ചെയ്യുമോ? അവർ വിശ്വസിക്കാത്തതുപോലെ ഇരുന്നു. ചെറിയമ്മക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഉറപ്പില്ലാത്ത കാര്യം പറയുമെന്ന്? സത്യമാണോ മോനെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ നമ്മളോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്യുമോ? അവർ ദേവിനെയും ആദിയെയും മാറി മാറി നോക്കി. പണം ബന്ധങ്ങളെ നോക്കില്ല ചെറിയമ്മ. എന്ത് പണം ആദി? അതൊക്കെ ഇന്ന് വരെ നാളെ പോകും. പണത്തിനു വേണ്ടി കൂടെയുള്ളവരെ ചതിക്കാൻ പറ്റുമോ? അവർ അസ്വസ്ഥതയോടെ ഇരുന്നു. അവളിപ്പോൾ എവിടെയാ? ഇങ്ങോട്ടേക്ക് ഇനി വരട്ടെ. ഈ പടി കടക്കാൻ സമ്മതിക്കില്ല ഞാൻ. എൻ്റെ മോളെപ്പോലെ നോക്കിയതാ അവളെ. അവർക്ക് കരച്ചിൽ വന്നു. അവൾ മിസ്സിംഗ് ആണ് ചെറിയമ്മ, ആദി പറഞ്ഞു. ശൈലജ ആകെ ഞെട്ടി. ഒപ്പം ദേവും. ആദിക്ക് മനസ്സിലായോ ദീപ്തി മിസ്സിംഗ് ആണെന്ന്? അവനാകെ ഒരു വെപ്രാളം തോന്നി. എന്തൊക്കെയാ ആദി പറയുന്നേ? ദീപ്തിയെ കാണാനില്ലെന്നോ? എൻ്റെ ദൈവമേ, ആ നരേന്ദ്രൻ്റെ ആൾക്കാർ വല്ലതും ചെയ്തു കാണുമോ? ശൈലജ പേടിയോടെ നെഞ്ചിൽ കൈവച്ചു. അറിയില്ല ചെറിയമ്മ. 2 ദിവസം മുമ്പ് എനിക്ക് സോറി പറഞ്ഞ് ദീപ്തി ഒരു മെസ്സേജ് അയച്ചിരുന്നു. കൂടെ ഒരു കാര്യവും പറഞ്ഞു. എന്താ കാര്യം ഏട്ടാ? പറഞ്ഞേ. ആകാംക്ഷ അടക്കാൻ വാകാതെ ദേവ് ചോദിച്ചു. അവനാകെ വല്ലാത്തൊരു പരിഭ്രമം തോന്നിയിരുന്നു. പക്ഷെ ആദിയുടെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നും കണ്ടില്ല. അതിൻ്റെ സമാധാനത്തിൽ അവൻ ഇരുന്നു. അന്ന് രേണുകയെ ഫയൽ മോഷണത്തിന് കുടുക്കിയില്ലേ? അത് നരേന്ദ്രനല്ല, വേറെ ആരോ അതിൻ്റെ പുറകിലുണ്ടെന്ന് നമുക്കും അറിയാമെന്ന്. ദേവ് ഒരു നിമിഷം കൊണ്ട് വെട്ടി വീർത്തു. പന്ന നായിൻ്റെ മോൾ, ചാവാൻ നേരവും എനിക്കിട്ട് പണിഞ്ഞിട്ടാ പോയത്. അവൻ മനസ്സിൽ അവളെ പ്രാകി. ആരാ ആദി അത്? നിങ്ങളുടെ അച്ഛനാണെങ്കിൽ ശത്രുക്കൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അന്നും എനിക്ക് പേടിയായിരുന്നു. നിങ്ങൾക്കൊന്നും വരരുത്, നിങ്ങളുടെ മേൽ ആരുടെയും മോശം കണ്ണുകൾ പതിക്കരുത് എന്നൊക്കെ വിചാരമുണ്ടെങ്കിലും ചെയ്യുന്നതൊക്കെ ശത്രുക്കളെ കൂട്ടി. എത്ര തവണ ഞാൻ പറഞ്ഞതാ, ഇതൊക്കെ മതി, നമ്മുടെ 2 പിള്ളേർക്കും തലമുറകൾ കഴിയാനുള്ളത് ഉണ്ടാക്കിയില്ലേ,
പിന്നെന്തിനാണ് ഈ മത്സരമൊക്കെയെന്ന്. പക്ഷെ നിങ്ങളുടെ അച്ഛന് വാശിയായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ പിള്ളേർക്ക് സമാധാനമില്ലാത്തത്. അവർ സാരി തലപ്പ് കൊണ്ട് വാപ്പൊത്തി തീങ്ങി. ഒന്നുമില്ല ചെറിയമ്മ, ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അച്ഛൻ്റെ അധ്വാനത്തിന് ഒരിക്കലും ഒരു കോട്ടവും വരുത്താതെ നോക്കും ഞാൻ. എൻ്റെ വാക്കാണ്. അറിയാം മോനെ, നീ രാപ്പകലില്ലാതെ ഓടുന്നത് എനിക്കറിയാം. സൂക്ഷിക്കണം ആദി. ഇപ്പോൾ നിന്നെ കാത്ത് ഒരു പെങ്കൊച്ചു കൂടി ഉണ്ട്, അത് മറക്കരുത്. ദേവിന് ആദ്യവും അമ്മയുമായുള്ള സംസാരം കേട്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യം കടിച്ചമർത്തിയിരുന്നു. പിന്നെന്താ ഏട്ടാ ദീപ്തി പറഞ്ഞത്? ദേവ് തന്നെ ആ സംഭാഷണം തുടക്കമിട്ടു. അവൾ ഒരുപാട് തവണ എന്നെ വിളിച്ചിരുന്നു ആദി. ഞാനാണെങ്കിൽ കോൾ എടുത്തതേയില്ല. എന്തെങ്കിലും കള്ളക്കഥ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം വന്ന മെസ്സേജ് തെളിവ് സഹിതം അവൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ആര്യനാണ് പറഞ്ഞത് അവളെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന്. അവൾക്ക് എന്ത് പറയാനുള്ളതെന്ന് കേൾക്കാമല്ലോ എന്ന്. അവൻ്റെ നിർബന്ധം കാരണം അവളെ ഒന്ന് കാണണമെന്ന് ഞാനും തീരുമാനിച്ചു. പക്ഷേ ആ സമയം മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൾ ചിലപ്പോൾ ഓടി രക്ഷപ്പെട്ടു പോയി കാണില്ലേ ഏട്ടാ. ചുമ്മാ തെളിവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുമല്ലോ. അത് വെച്ച് പണം തട്ടാനായിരിക്കും അവളുടെ ഉദ്ദേശം. അവൾ എങ്ങോട്ടെങ്കിലും പോയിരിക്കാനാണ് സാധ്യത. അതും ശരിയാണ്. എന്നാലും ആരെന്നൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി. ഇല്ലെങ്കിൽ നമുക്ക് പോലീസ് കംപ്ലൈൻ്റായി പോകാം. അവർ സൈബർ സെൽ മുഖേന അവളുടെ കോണ്ടാക്ട്സൊക്കെ എടുക്കും. അതോടെ അവൾക്ക് പിന്നിൽ ആരാണെന്ന് ഉള്ളതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവളുടെ വീട്ടിൽ അറിയിക്കണം. ആദ്യം ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നീ കൂടി ഏട്ടനെ സഹായിക്കണം. കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് അവൻ പോകുന്നതെന്ന്. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാതിരിക്കണം എന്ന ഘട്ടത്തിലാണ്. നീ ആദിയുടെ ഒപ്പം ഉണ്ടാകണം. ഞാൻ ശ്രീയേട്ടനെ വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വരാമെന്ന് പറഞ്ഞു. ദേവ് ഞെട്ടലോടെ അമ്മയെ നോക്കി. മാമൻ എന്തിനാ അറിയിച്ചത്? ഞാൻ കൂടി ഏട്ടൻ്റെ ഒപ്പം കൂടുമല്ലോ. മാമൻ വിശ്രമ ജീവിതമായി സമാധാനത്തോടെ പോവുകയല്ലേ അമ്മ. അത് സാരമില്ല. ഈ പ്രശ്നമൊക്കെ കഴിയുന്നത് വരെയും ശ്രീയേട്ടൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകട്ടെ. എനിക്ക് അതൊരു സമാധാനമാണ്. എന്നാൽ ശരി ചെറിയമ്മ, ഞാനും രേണുവും കൂടി അമ്പലത്തിൽ പോയിട്ട് വരാം. ആദ്യം എഴുന്നേറ്റ് പോയി. എന്നിട്ടും ദേവ് അവിടെ തന്നെ ഇരുന്നു. അവനാകെ ദേഷ്യം കൊണ്ട് വിറഞ്ഞു കയറി. അച്ഛൻ്റെ വലം കൈയായിരുന്നു ശ്രീമാമ. വല്ലാത്തൊരു കുറുക്കൻ സ്വഭാവമാണ് അയാൾക്ക്. വേരോടെ കുഴിച്ചെടുക്കും എല്ലാ സത്യങ്ങളും. അച്ഛൻ്റെ മരണത്തോടെ ആ ശല്യം തീർന്നതാണ്. പൊതുവെ ആദ്യയോടാണ് അയാൾക്ക് കൂറ്. എന്നെ ഒരിക്കലും അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കും. ആദ്യം കണ്ടുപഠിക്കാൻ പറയും. ഇനിയും ഇക്കാര്യങ്ങളുടെ ഇടയിലേക്ക് അയാൾ വന്നാൽ ദേവിനെ ആലോചിക്കും തോറും വെപ്രാളം കൂടി. തൻ്റെ ഒപ്പം നടക്കുന്നവളെ ആദ്യം ഒളിങ്കണ്ണിട്ട് നോക്കി. തലമുടി പുറകിൽ ചെറിയ പിന്നൽ ഇട്ടു കെട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നേർത്ത നനവുണ്ട് മുടിയിൽ പറ്റിക്കിടക്കുന്ന ബ്ലൗസിൽ. നേരിയത് സാരി കൂടിയായപ്പോൾ പെണ്ണ് വീണ്ടും പൊക്കം കുറഞ്ഞ് ഉരുണ്ടതുപോലെ. മുഖത്ത് ചെറിയൊരു പൊട്ട് മാത്രം, മറ്റലങ്കാരങ്ങളൊന്നുമില്ല. നെറുകിൽ കുങ്കുമം തൊടാൻ ചെറിയമ്മ സമ്മതിച്ചില്ല. ദേവിയുടെ നടയിൽ നിന്നും താൻ തൊട്ട് കൊടുത്താൽ മതിയെന്ന്. അവളെ നോക്കി നടക്കുന്നതിനിടെ ആദ്യം കല്ലിൽ തട്ടി മുന്നോട്ടാഞ്ഞു. പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവളുടെ കയ്യിൽ അവൻ്റെ ഭാരം മുഴുവനും നിന്നില്ലെങ്കിലും വീഴാതെ ആദ്യം ബാലൻസ് ചെയ്തു നിന്നു. എവിടെ നോക്കിയാൽ നടക്കുന്നേ? അവൻ ചിരിച്ചു കാണിച്ചു. രേണുവിൻ്റെ മുഖം കൂർത്തു. അവളുടെ നോട്ടം പോയ സ്ഥലത്തേക്ക് ആദ്യം നോക്കി. മുന്നിൽ കൂടി ഒരു സുന്ദരിയായ നാടൻ പെണ്ണ് പോകുന്നുണ്ട്. മുട്ടിനൊപ്പം മുടിയുമുണ്ട്. നല്ല വെളുത്ത നിറം. രേണുവിനെ പോലെ സാരിയാണ് വേഷം. ആദിക്ക് ചിരി വന്നു. താൻ അവളെ നോക്കി നടന്നു എന്നാണ് രേണുവിൻ്റെ വിചാരം. എന്ത് ചന്തമാ അല്ലേ ആ പെണ്ണിൻ്റെ മുടി കാണാൻ. ഓ, അവളെ കെട്ടിയവൻ ഭാഗ്യവാൻ. എനിക്കിഷ്ടമാ ഒരുപാട് മുടിയുള്ള നാടൻ പെണ്ണിനെ. എന്താ കളർ, നല്ല ചന്ദനത്തിൽ കടഞ്ഞെടുത്തതുപോലെ ഇരിക്കുന്നു. അവളുടെ ബാക്ക് കണ്ടു. എന്താ ഭംഗി. ഒരു നുള്ളു കൊടുക്കാൻ തോന്നുന്നു. എന്നാ പോയി നുള്ള്. വൃത്തികെട്ടവൻ. വൃത്തികേടൊന്നുമല്ല രേണു, സൗന്ദര്യം നമ്മൾ ആസ്വദിക്കണം. പനങ്കുല പോലുള്ള മുടി നല്ല ലക്ഷണമൊത്ത നിതംബത്തിനെ മുടി കിടക്കുന്നത് നല്ല ചന്തമാണ്. എന്നാൽ ചന്തവും ചന്തയും നോക്കി പതുക്കെ വാ, ഞാൻ പോണു. രേണു ദേഷ്യം വന്ന് വേഗത്തിൽ നടന്ന് ആ പെണ്ണിനെയും കടന്നുപോയി. നിനക്കതിന് വഴി അറിയാമോ? പതിയെപ്പോ. എന്തായാലും ഇനി അങ്ങോട്ട് റോഡ് പോകുന്നത് വരെയും വേറെ ഇടവഴിയില്ലല്ലോ. ഞാൻ ആ വളവിൽ കാത്തു നിൽക്കാം. പയ്യെ സൗന്ദര്യം ആസ്വദിച്ച് വന്നാൽ മതി. കെറിവിച്ച് പറഞ്ഞു പോകുന്നവളെ ഒപ്പം എത്താൻ ആദ്യം ഓടിയെത്തി. ദേവ് കാറെടുത്ത് പുറത്തേക്ക് പോയി. കുറച്ച് വിജനമായ സ്ഥലത്ത് ഒതുക്കി നിർത്തി ഫോൺ എടുത്തു. പിന്നെ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നിൻ്റെ ഈ അവസ്ഥയിൽ ഇപ്പോൾ കറക്റ്റ് സമയമാണ്. ആദ്യയുടെ ജീവിതത്തിൽ നിനക്ക് ഇപ്പോഴും സ്ഥലം ഉണ്ട് അഞ്ജു. അവൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത കല്യാണം ജീവിക്കുകയാണ് പാവം. ഇതോടെ നിങ്ങൾ തുല്യ ദുഃഖിതരായില്ലേ?
നീ നാട്ടിൽ വന്നുവെന്ന് ഞാൻ അറിഞ്ഞു. അന്നാ നിന്നെ വിളിച്ചത്. അവൾ രേണുക നല്ല പെണ്ണൊന്നുമല്ല. അവൾക്ക് ആദ്യയുടെ സ്വത്താണ് ലക്ഷ്യം. ഞാൻ പറഞ്ഞുവെന്ന് നീ ആരോട് പറയണ്ട അഞ്ജു. അപ്പുറത്തെ മറുപടിയിൽ അവൻ തലയാട്ടി സമ്മതിച്ചു. പിന്നെയും കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് അവൻ ഫോൺ വെച്ചത്. ഫോൺ വെച്ചതും അവൻ്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. തൽക്കാലം ആദ്യയുടെ ശ്രദ്ധ മാറ്റണം. എന്തായാലും അവന് രേണുകയെ ഇഷ്ടമല്ല. നിവർത്തികേട് കൊണ്ടാണ് കല്യാണം കഴിച്ചത്. അവൻ്റെ ശ്രദ്ധ മാറ്റാൻ പെണ്ണിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈയിടെയാണ് ദേവ് അഞ്ജലിയുടെ കാര്യം അറിഞ്ഞത്. രവിയെങ്കിൽ വാശി കയറി അവളെ അമേരിക്കയിലുള്ള ഡോക്ടർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തെങ്കിലും ആദ്യം മുതലേ അഞ്ജുവിൻ്റെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. അവൾക്ക് അവിടുത്തെ ജീവിത രീതിയുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല. ചെറിയ കാര്യങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ വലുതായി കൊണ്ടിരുന്നു. അങ്ങനെ അഞ്ജു ഭർത്താവുമായി പിണങ്ങി നാട്ടിലെത്തി. ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഡിവോഴ്സും വാങ്ങിയെടുത്തു. രവിയെങ്കിലിന് നാണക്കേടായതുകൊണ്ട് എല്ലാം രഹസ്യമായി വെച്ചു. എന്തൊക്കെയായാലും ആദ്യം ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പെണ്ണേ ഉള്ളൂ, അത് അഞ്ജലിയാണ്. അതുകൊണ്ട് തന്നെ അവളെ മറക്കാൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല. വീണ്ടും അവൾ വരുന്നത് ആദ്യം മാനസികമായി ഒരുപാട് മാറ്റം വരുത്താൻ ഇടയാക്കും. ആ സമയം കൊണ്ട് തനിക്ക് അവനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിയും. അഞ്ജുവിനാകെ ആശയക്കുഴപ്പമാണ്. വീണ്ടും ആദ്യം അവളെ അംഗീകരിക്കുമോ എന്ന്. വിവാഹത്തിൻ്റെ ന്യൂസൊക്കെ അവളും അറിഞ്ഞതാണ്. പക്ഷേ പറഞ്ഞിളക്കിയാൽ അവൾ തൻ്റെ വഴിക്ക് വരും. ഇപ്പോഴുള്ള ആദ്യയുടെ ബിസിനസ് വളർച്ചയും മറ്റും കണ്ട് രവി അങ്കിളിനും എതിർക്കാൻ കഴിയില്ല. അഞ്ജുവിനെ കണ്ട് സംസാരിക്കണം. അവളെ വിളിച്ച് പറഞ്ഞ് കാണാനുള്ള സ്ഥലവും സമയം പറഞ്ഞു. ദേവെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വണ്ടിയെടുത്തു. ഇതെവിടെയാ ഈ അമ്പലം? നടന്ന് നടന്ന് മനുഷ്യൻ്റെ കാല് കുഴഞ്ഞു. ആദ്യമൊരു പരാതി പോലെ രേണു പറഞ്ഞു. എന്നാ നിന്നെ ഞാൻ എടുത്തു കൊണ്ടുപോകാം. എടുക്കട്ടെ? അവൻ കൈ നിവർത്തി വന്നു. ദേ, ഒരു കാര്യം പറയാം. വീട്ടിൽ വെച്ച് ഒച്ചയെടുത്താൽ ആരെങ്കിലും കേൾക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ ഒന്നും പറയാത്തത്. ഈ സ്വാതന്ത്ര്യം കാണിക്കുന്നതും ദേഹത്ത് തൊടുന്നതൊന്നും എനിക്കിഷ്ടമാവുന്നില്ല കേട്ടോ. ആണോ? പക്ഷേ കുറച്ചു മുമ്പേ ആസ്വദിച്ച് കണ്ണടച്ചു നിന്നല്ലോ ഞാൻ തൊട്ടപ്പോൾ. രേണു ആകെ വിളറി. അവളൊന്നും മിണ്ടാതെ നടന്നു. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്, അച്ഛൻ്റെ തറവാട് ക്ഷേത്രം. വീതം വെച്ചപ്പോൾ ചെറിയ അച്ചാച്ചനാണ് ആ സ്ഥലം കിട്ടിയത്. അതായത് എൻ്റെ അച്ചാച്ചൻ്റെ അനിയന്. നമ്മുടെ കല്യാണത്തിന് അവരുടെ മക്കളൊക്കെ വന്നിരുന്നു. ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തന്നു. അവർക്കൊന്നും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ചു നാൾ ഇങ്ങനെ പിണങ്ങിയിരിക്കും. ഇനി കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അങ്ങനെയുള്ള സ്വഭാവമാണ്. തറവാട് വീടൊക്കെ ഇടിഞ്ഞു പോയി. അവർ സിറ്റിയിലാണ് താമസിക്കുന്നത്. വർഷത്തിലൊരിക്കൽ ചെറിയൊരു ഉത്സവം പോലെ നടത്തും. അന്ന് വകയിലുള്ള എല്ലാ ബന്ധുക്കളും വരും. പിന്നെ കുടുംബത്തിലെ ആരെങ്കിലും വിവാഹം കഴിഞ്ഞാൽ ജോഡികളായി ഇവിടെ നിന്ന് തൊഴയണം. ദിവസവും വൈകുന്നേരം പൂജയുണ്ട്. അതിനൊരാളുണ്ട്. അല്ലാതെ സാധാരണ അമ്പലമല്ല. ആദ്യം തന്നോട് വാചാലനാകുന്നത് രേണു മിണ്ടാതെ കേട്ടുകൊണ്ട് നടന്നു. സാധാരണ ഒന്നോ രണ്ടോ വാക്കുകളിലല്ലാതെ അവൻ അധികം സംസാരിക്കുന്നത് അവൾ കേട്ടിട്ടില്ല. നടന്ന് നടന്ന് ഒരു ചെറിയ കയറ്റം കയറിയതും ചെറിയൊരു അമ്പലം കണ്ടവൾ. ഒരു പൂജാരി പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. പുള്ളിയും വന്നതേ ഉള്ളൂ എന്ന് മനസ്സിലായി. ആദ്യം ചെന്നപാടെ അയാളോട് എന്തൊക്കെയോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. രേണുകയും പരിചയപ്പെടുത്തി. രേണു, ഇതെൻ്റെ കൂട്ടുകാരനാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ അച്ഛനാണ് എൻ്റെ കുഞ്ഞിലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അദ്ദേഹം മരിച്ചപ്പോൾ ഇവനാണ്. രേണു അവനെ നോക്കി ചിരിച്ചു. വീണ്ടും വിശേഷങ്ങളൊക്കെ പരസ്പരം പറയുകയും പിന്നെ പൂജയും കാര്യങ്ങളുമായി വിഷ്ണു അകത്തേക്ക് പോയി. ചെറിയൊരു ദേവി പ്രതിഷ്ഠ ആണ്. രേണു കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അമ്മയുടെ സുരക്ഷിതമാണ് ആദ്യം മനസ്സിൽ വന്നത്. ആരാണ് ശത്രു എന്നും തൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തവരെ വെറുതെ വിടരുതെന്നും അവൾ പ്രാർത്ഥിച്ചു. പിന്നെ അറിയാതെ ആദ്യയുടെ കാര്യവും. ഈ വിവാഹത്തിന് ഒരു ഭാവി ഉണ്ടാകുമോ? അവൻ്റെ വാക്കുകൾ അവൾക്ക് ഓർമ്മയിൽ വന്നു. അത് സത്യമാണെങ്കിൽ മരണം വരെയും തന്നെ ദീർഘസുമംഗലിയാക്കണേ എന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പെട്ടെന്നാണ് തൻ്റെ നെറുകയിൽ ഒരു തണുപ്പ് പടർന്നത് അറിഞ്ഞ് അവൾ കണ്ണു തുറന്നത്. പ്രസാദമായി കിട്ടിയ കുങ്കുമം അവളുടെ നെറുകയെ അവൻ ചുവപ്പിച്ചു. പിന്നെ കുറച്ച് ചന്ദനവുമായി കലർത്തി അവളുടെ താലിൽ തേച്ചു. രേണു കണ്ണിമ വെട്ടാതെ അവനെ നോക്കി. എന്താ നോക്കുന്നേ? അവനെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല. തിരികെ ഇറങ്ങി നടക്കുന്നേരം ആദ്യ രേണുകയുടെ കയ്യിൽ കൈകോർത്തു. അവൾ വലിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ പിടിവിട്ടില്ല. അങ്ങോട്ടേക്ക് പോയപ്പോൾ ഉണ്ടായ മടുപ്പ് രേണുവിന് തോന്നിയില്ല. അസ്തമയ സൂര്യനും വൈകുന്നേരത്തെ ഇളം വെയിലും ആസ്വദിച്ചു മെല്ലെ നടന്നവൾ. രാത്രിയുടെ ദീപ്തിക്ക് ബോധം വെന്നുവെന്ന് ഡോക്ടർ ആദ്യ വിളിച്ചു പറഞ്ഞു. അവൻ ആര്യൻ്റെ അടുത്തു പോകുന്നു എന്ന് പറഞ്ഞിറങ്ങി. അതാകുമ്പോൾ ദേവിന് സംശയം തോന്നില്ല. സ്ഥിരം അവൻ രാത്രി അവിടേക്ക് പോകുന്നതാണ്. ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് നടുവിൽ കുറേ വയറുകൾക്കിടയിൽ കിടക്കുന്ന ദീപ്തിയെ കണ്ടവൻ. കണ്ണുകൾക്കുള്ളിൽ കൃഷ്ണമണിയുടെ ചലനം അറിയാൻ സാധിക്കും. ഡോക്ടർ ആദിയുടെ നേരെ കണ്ണ് കാണിച്ചു.
ദീപ്തി, അവൻ പതിയെ വിളിച്ചു. 2 തവണ വിളിച്ചിട്ടും പ്രതികരണമില്ലാത്തത് കൊണ്ട് ആദ്യ ഡോക്ടറെ നോക്കി. ഒന്നുകൂടി വിളിക്കാൻ ഡോക്ടർ പറഞ്ഞു. ഇത്തവണ അവളുടെ കണ്ണുകൾ മെല്ലെ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആദ്യ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നാൽ ആ കണ്ണീർ കണ്ടവന് യാതൊരു കരുണയും അവളോട് തോന്നിയില്ല. എന്തോ പറയാൻ ശ്രമിച്ചവൾ, പക്ഷേ കഴിയാതെ നിസ്സഹായതയോടെ അവനെ നോക്കി കിടന്നവൾ. ദീപ്തി, സംസാരിക്കാൻ ശ്രമിക്കേണ്ടടോ. അതൊക്കെ പിന്നീടാകാം. ഇപ്പോൾ യാതൊരു സ്ട്രെയിനും വേണ്ട. ആദ്യം നമുക്ക് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് ഉഷാറാകാം. ഡോക്ടർ അവളുടെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിച്ചു. ആദ്യം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. വജൈനൽ ഭാഗമൊക്കെ ഡാമേജ്ഡ് ആണ്. പക്ഷേ അതൊക്കെ റിക്കവറി ആകും. ചെറിയ ചില ഒടിവും ചതവും ഒക്കെ ഉണ്ട്. അതും പ്രശ്നമില്ല. പക്ഷെ ദീപ്തിയുടെ നട്ടെല്ലാകെ തകർന്നു പോയിട്ടുണ്ട്. ആദിശേഷം പറഞ്ഞില്ലേ പുള്ളിക്കാരി കുഴിച്ചിട്ടു എന്ന്. ചിലപ്പോൾ അങ്ങനെ എഴുത്തിട്ടപ്പോൾ പറ്റിയതായിരിക്കും. ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ സംഭവിച്ചതാണ്. അരക്ക് കീഴ്പോട്ടുള്ള ചലനം സംശയമാണ്. ചിലപ്പോൾ തളർന്നു കിടന്നെന്ന് വരാം. അല്ലെങ്കിൽ വീൽചെയർ. അതൊക്കെ മുറിവ് ഭേദമായി കഴിഞ്ഞ് ഉറപ്പ് പറയാൻ പറ്റൂ. എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി ഡോക്ടർ. പിന്നെ ഈ ന്യൂസ് പുറത്തു വരാനേ പാടില്ല. ദീപ്തിയുടെ ജീവൻ തന്നെ വീണ്ടും അപകടത്തിലാകും. ഹേയ്, താൻ പേടിക്കേണ്ടടോ. എൻ്റെ ഭാഗത്തു നിന്നും ഈ ന്യൂസ് പുറത്തേക്ക് പോകില്ല. തൻ്റെ അച്ഛനോടും തന്നോടും അത്രയ്ക്ക് കടപ്പാടുണ്ട്. ആദ്യം അവിടെ നിന്നും ആര്യൻ്റെ അടുത്തേക്ക് പോയി. എല്ലാം കേട്ട ഗീതുവിന് സന്തോഷമായി. അവൾക്ക് അങ്ങനെ തന്നെ വേണം. ആദിയെയും ആ പാവം പെണ്ണ് രേണുവിനെയും ചില്ലറയല്ലല്ലോ ഉപദ്രവിച്ചത്. പണ്ടൊക്കെ ദൈവം നന്നാവാൻ ചാൻസ് കൊടുക്കും. ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ അതുമില്ല. തെറ്റ് ചെയ്തോ അപ്പോൾ തന്നെ പണിഷ്മെൻറ്റ്. എന്തുവാടി, അവൾ ഒരു പെണ്ണല്ലേ. ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറയാമോ? പിന്നെ എങ്ങനെയൊക്കെ പറയണം? അവൾ ഒരുത്തി കാരണമല്ലേ ഇവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അത് നന്നായില്ലേ. ദീപ്തിക്ക് പകരം വേറെ പെണ്ണായിരുന്നേ ചിലപ്പോൾ ഇന്ന് രേണുവിൻ്റെ സ്ഥാനത്ത് ഇവൻ്റെ ഭാര്യയായി വേറെ വല്ലവളും ഇരുന്നേനെ. ആരും ഗീതുവിനെ നോക്കി ചോദിച്ചു. ആ ഒരു കാര്യത്തിൽ എനിക്ക് അവളോട് നന്ദിയുണ്ട്. ഇല്ലെങ്കിൽ ഈ മാന്യൻ ഒരിക്കലും രേണുവിനെ കൂടെ കൂട്ടില്ല. പക്ഷേ അവരുടെ ആ പ്ലാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയിരുന്നതിൽ ആദ്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു? അതുമല്ല, ഫയൽ മോഷണത്തിന് രേണുകയുടെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ ഉറപ്പായും ദീപ്തിയുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് അവളെപ്പറ്റി ഈ വക വല്ലതും പറഞ്ഞാൽ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്തു പോകും ആര്യ. എൻ്റെ പൊന്നു ഭാര്യയെ ഇനി പറയില്ല. ഇത്തവണ ഒന്ന് ക്ഷമിക്ക്. ഹോസ്പിറ്റലിൽ അവളുടെ അവസ്ഥ അറിഞ്ഞതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. ആര്യൻ തൊഴുതു. ഞാനും ഇക്കാര്യത്തിൽ ഗീതുവിൻ്റെ കൂടെയാ. അവൾക്കല്ലാതെ അപകടം പറ്റിയതൊന്നുമല്ലല്ലോ. കയ്യിലിരിപ്പ് കൊണ്ടല്ലേ. അനുഭവിക്കട്ടെ. ഇനി ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെയും ആലോചിച്ച് കിടക്കട്ടെ. ആദ്യം പല്ല് ഞെരിച്ചു. പിന്നെയും കുറേ വൈകിയാണ് അവൻ അവിടെ നിന്നും ഇറങ്ങിയത്. തിരികെ വീട്ടിലെത്തിയ അവനെയും കാത്ത് രേണു ഉറങ്ങാതെ ഇരിപ്പുണ്ടായിരുന്നു.